صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, 21-ാം ജുസുവിൻ്റെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച ഭാഗങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 5 സൂറത്തുകളിലായിട്ടാണ് അല്ലാഹു ഈ ഒരു ജുസുവിനെ ക്രമീകരിച്ചിട്ടുള്ളത്. സൂറ അങ്കബൂത്തിലെ 46 വചനം മുതൽ അവസാനവും, തുടർന്ന് വരുന്ന സൂറത്ത് റൂം, സൂറ ലുഖ്മാൻ, സൂറ സജദ മുഴുവനായിട്ടും, അതുപോലെ സൂറ അഹ്സാബ് ആദ്യ 30 ആയത്തുകളുമാണ് ഈ സൂറത്തിൽ, ഈ ജുസ്ഇൽ ഉൾപ്പെടുന്നത്. ആദ്യ 4 സൂറത്തുകളും കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ്. ജുസുവിൻ്റെ ആരംഭം വലാ തുജാദിലു എന്ന പദം കൊണ്ടാണ് ആരംഭിക്കുന്നത്. വേദക്കാരായ ആളുകളോട് നിങ്ങൾ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ സംവദിക്കുമ്പോൾ വളരെ നല്ല നിലയിൽ അവരോട് സംസാരിക്കണമെന്നും സഭ്യമായ ഭാഷകൾ അവരോട് നടത്തണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ മേന്മയും ഖുർആൻ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് നമ്മളോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവരോട് ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ മർമ്മപ്രധാനമായ ഭാഗമെന്നത് നിങ്ങളുടെയും എൻ്റെയും ആരാധ്യൻ ഒന്ന് മാത്രമാണ് എന്നാണ്. ലോകത്ത് ആളുകൾ വ്യത്യസ്തമാകുന്നതും അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം ഏറ്റവും ഊന്നി പറയണമെന്നും അവിടെ കൃത്യമായി നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതിൽ 50 മുതൽ 56 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അവിടെ അവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ചില പരാമർശങ്ങൾ കാണാം. നീ പറയുന്ന ശിക്ഷ എന്തേ ഞങ്ങളിലേക്ക് എത്താത്തത് എന്ന രീതിയിൽ അവരോട് വാദിക്കുന്നു. വയസ്തഅ്ജിലൂനക ബിൽ അദാബ്, ശിക്ഷയെക്കുറിച്ച് അവർ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നത് അത് കൃത്യമായ സമയത്ത് ഉണ്ടാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. 56 മുതൽ 60 വരെയുള്ള ആയത്തുകളിൽ വിശ്വാസികളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഭൂമി വിശാലമാണെന്നും അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നുള്ള ഭാഗം പറയുന്നു. ശേഷം പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്തുകളിൽ ഒന്നാണ്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുമെന്നാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മനുഷ്യന്മാരുടെ ആസ്വാദനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അവരുടെ ഭക്ഷണമായാലും വസ്ത്രം, അതുപോലെ യാത്രകൾ എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദേഹവും മരണത്തെ ആസ്വദിക്കുകയും രുചിക്കുകയും ചെയ്യുമെന്നുള്ള പരമപ്രധാനമായ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ സഹനം കൈക്കൊള്ളുന്ന ആളുകളാണ്, ക്ഷമിക്കുന്ന ആളുകളാണ്. അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. 61 മുതൽ 69 കൂടിയ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ദുനിയാവും അതിലുൾപ്പെടുന്ന എല്ലാം സൃഷ്ടിച്ചത് ആരാണെന്ന് അവിശ്വാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഉത്തരം പറയുന്നത് അല്ലാഹു തന്നെയാണെന്ന മറുപടിയാണ്. എന്നാൽ ദുനിയാവ് എന്ന് പറയുന്നത് വിനോദത്തിനും കളിയിലുമാണ് എന്ന ബോധ്യം അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുന്നു ആ ഒരു ആയത്തുകളിൽ. എന്നിട്ട്
ശേഷം പറയുന്നത് അവിശ്വാസികളായ മുശ്രിക്കീങ്ങളായ ആളുകളുടെ ഇഖ്ലാസോടുകൂടെയുള്ള ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബോധ്യപ്പെടുത്തുന്നു. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ മുഖ്ലിസ് എന്ന പദം അള്ളാഹു പ്രയോഗിച്ചത് പലപ്പോഴും നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ നീ നമസ്കരിക്കണമെന്ന് പറയും. ആ ഒരു പദമാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചത്. അവിടെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റു ആരാധ്യന്മാരെയൊന്നും അവർ ഉൾപ്പെടുത്തുന്നില്ല. എന്നാൽ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള ആരാധ്യന്മാരായ ആളുകളെയെല്ലാം അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജ വാർത്തകൾ കെട്ടിച്ചമക്കുന്ന ആളുകളാണ് അവിശ്വാസികളായ ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഉൾപ്പെടുന്നു. സൂറ അൻകബൂത്തിന്റെ ആ ഭാഗങ്ങളിൽ അത്ര വിഷയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജുസയിൽ ഉൾപ്പെടുത്തുന്ന സൂറ റൂമാണ്. മക്കയിൽ അവതരിപ്പിച്ച സൂറത്ത് ഏകദേശം 60 ആയത്തുകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. റോമക്കാരുടെ പരാജയത്തെക്കുറിച്ചാണ് ആ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. ഖുർആനിൽ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തിൻ്റെ ആരംഭം പലപ്പോഴും സൂചിപ്പിക്കുന്നത് ഖുർആനെ കുറിച്ചാണ് എന്നാണ്. അലിഫ് ലാം മീം എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ അതിനുശേഷം പറയുന്നത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇവിടെ റോമക്കാരുടെ പരാജയത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്ത നാട്ടിൽ പരാജയത്തിന് ശേഷം അവർക്ക് വിജയമുണ്ടെന്നും റോമക്കാരായ ആളുകളും പേർഷ്യക്കാരായ ആളുകളും തമ്മിൽ ഏറ്റുമുട്ടുകയും അവർക്കിടയിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള വിശദീകരണമെന്ന് പറയുന്നത് റോമക്കാരായ ആളുകൾ വേദം നൽകപ്പെട്ട ക്രിസ്ത്യാനികളായ ആളുകളും പേർഷ്യക്കാരായ ആളുകൾ ബഹുദൈവ ആരാധകരുമായതുകൊണ്ട് തന്നെ റോമക്കാരുടെ വിജയത്തിൽ മുസ്ലിങ്ങളും പേർഷ്യക്കാരുടെ വിജയത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകളും സന്തോഷിക്കാറുണ്ട് എന്ന രീതിയിലും അവിടെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ 7 മുതൽ 14 കൂടിയ ആയത്തുകളിൽ ഐഹിക ജീവിതം നശ്വരമാണ്, നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും, നമ്മൾ ഏത് രീതിയിലാണോ ആഘോഷിച്ച് സന്തോഷിച്ച് സ്നേഹിച്ച് മതിച്ച് നടക്കുന്നത് അതെല്ലാം നശ്വരമാണ് എന്ന വലിയ ഒരു ബോധ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭൂമിയിലെ സഞ്ചാരത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം. എന്തിനാണ് സഞ്ചരിക്കുന്നത്? കഴിഞ്ഞുപോയ സമുദായത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവരുടെ ഗർവവും അഹങ്കാരവും കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. അന്ത്യനാളിലെ ചില അവസ്ഥകളെക്കുറിച്ചും അള്ളാഹു ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. നാളെ പരലോകത്ത് അല്ലെങ്കിൽ അന്ത്യനാൾ വരുന്ന സന്ദർഭത്തിൽ അവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിനെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരിക്കലും ശുപാർശകരായിട്ട് അവിടെ ഉണ്ടാവുകയില്ല എന്ന പരമപ്രധാനമായ കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. 15 മുതൽ 20 കൂടിയ ആയത്തുകളിൽ അന്ത്യനാളിൻ്റെ സന്ദർഭത്തിൽ വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അവർക്ക് സ്വർഗീയ പൂന്തോപ്പുകൾ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ്. വിശ്വാസികളായ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്വർഗത്തെക്കുറിച്ച്, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗമെന്ന സമ്മാനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ സദാസമയം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു ഈ ഭൂമിയെ നിർജീവമാക്കിയ ഭൂമിയെ ജീവസുറ്റ രീതിയിൽ ആക്കുവാനുള്ള കഴിവ് അള്ളാഹുവിന് ഉണ്ട് എന്നും മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ പോകുമെന്നുള്ള സത്യവും അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നു. അതുപോലെ തന്നെ 20 മുതൽ 26 കൂടിയ ആയത്തുകളിൽ അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത് 6 ആയത്തുകൾ തുടർച്ചയായിട്ട് ആയത്തുകളുടെ ആരംഭത്തിൽ വമിൻ ആയാത്തിഹി എന്ന് പ്രയോഗിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നാണ്.
ഖുർആനിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഒരുപാട് സമയങ്ങളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങളായിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിലാദ്യം അല്ലാഹു പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് നമ്മൾ നിക്കാഹ് കുത്തുബുകളിൽ സദാ കേൾക്കുന്ന ഒരായത്താണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് ഒരു ദൃഷ്ടാന്തമാണെന്ന, ഇണയായി സൃഷ്ടിച്ചത് അവർക്കിടയിൽ സമാധാനവും അവർക്കിടയിൽ സ്നേഹവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിൽ എന്ത് ദൃഷ്ടാന്തമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആധുനികമായ ഈ പഠനങ്ങൾ ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഈ കാലഘട്ടത്ത്, സുവർഗരതി വേണമെന്ന് വാശി പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ദൃഷ്ടാന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അത്ഭുതം അതിൽ കാണാമെന്നാണ്. അതുപോലെ തന്നെ ആകാശവും ഭൂമിയും മനുഷ്യൻ്റെ ഭാഷയും വർണ്ണവുമെല്ലാം വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. രാത്രിയും പകലും, രാത്രിയെ ഉറക്കവും പകലിലെ ഉപജീവന മാർഗവും അള്ളാഹു ആയത്തുകളായിട്ട് പരിചയപ്പെടുത്തുന്നു. ഭയപ്പാട്, പ്രത്യാശ, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയെ ജീവസുറ്റത് ആക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നതാണ്. 27 മുതൽ 30 കൂടിയ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. സൃഷ്ടികളായ ആളുകൾ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചഗോളങ്ങൾ എത്രയാണ്, എത്ര രൂപത്തിലാണ്, എങ്ങനെയാണ് സംവിധാനിച്ചത് എന്ന് മനുഷ്യൻ അന്താളിച്ച് നിൽക്കുന്ന ഒരു രീതിയിലാണ് മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. എന്നാൽ സൃഷ്ടിപ്പ് അള്ളാഹുവിന് വളരെ എളുപ്പമാണ് എന്ന് അള്ളാഹു പറയുന്നു. അക്രമികളായ ആളുകൾ അവർക്ക് തോന്നുന്ന രീതിയിൽ, ഇച്ഛിക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ശേഷം അള്ളാഹു ഇവിടെ പറയുന്നത് അള്ളാഹു വലാലത്തിലാക്കിയ, വഴികേടിലാക്കിയ ഒരു മനുഷ്യനെ ആർക്കാണ് ഹിദായത്ത് നൽകാൻ കഴിയുക എന്നതാണ്. 31 മുതൽ 32 കൂടിയ ആയത്തിൽ അള്ളാഹുവിൽ കീഴൊതുങ്ങണമെന്നും അവനെ സൂക്ഷിക്കണമെന്നും നമസ്കാരം നിലനിർത്തണമെന്നും പറയുന്നു. അതുപോലെ തന്നെ മതത്തെ ഭിന്നിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയി പോകരുത് എന്ന സന്ദേശത്തോടുകൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. 33 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹുവിനെ സദാസമയം ഓർക്കുകയും അഭയം അവന് നൽകുകയും അവനിൽ മാത്രം നൽകുകയും ചെയ്യണമെന്ന ബോധ്യം പറയുകയും അതുപോലെ തന്നെ കുടുംബത്തിനും പാവപ്പെട്ട ആളുകൾക്കും സഹായം നൽകണമെന്നും പറയുന്നു. തുടർന്ന് പറയുന്ന ഭാഗം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ്. പലിശയിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള വളർച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. ഒരാൾ പലിശ വാങ്ങി അവൻ്റെ വീട് നന്നാക്കി നല്ല സൗന്ദര്യത്തോടുകൂടെ പണിതു ചെയ്താൽ പുറമേ നോക്കുന്ന ആളുകൾ അവൻ്റെ വീടിനെ കുറിച്ച് സംസാരിക്കും, വീടിൻ്റെ കളറിനെ കുറിച്ച് സംസാരിക്കും, അതിൻ്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കും, അതിൻ്റെ ഭംഗിയെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ പലിശ കൊണ്ട് ഉണ്ടാക്കിയ വീടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന് സമാധാനമുണ്ടാവുകയില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് പറയുന്നത് സക്കാത്താണ്. സക്കാത്ത് നൽകുന്ന ആൾക്ക് അവൻ്റെ സമ്പാദ്യത്തിൽ ഇരട്ടിയായിട്ട് നൽകുമെന്നാണ്. ലോകത്ത് ഒരു മനുഷ്യനും സക്കാത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഭിക്ഷക്കാരനായിട്ടില്ല. സക്കാത്ത് കൊടുത്തതിൻ്റെ പേരിൽ അവൻ പാവപ്പെട്ടവനായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 41 മുതൽ 46 കൂടിയ ആയത്തുകളിൽ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഏത് രീതിയിലാണെന്ന് അല്ലാഹു പറയുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ കൈകൊണ്ട് പ്രവർത്തിച്ച നിമിത്തമാണ് ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നാണ്. മനുഷ്യന്മാർ ആളുകൾക്ക് വിൽക്കുന്ന വിൽപ്പനയിൽ എല്ലാ രീതിയിലും മായങ്ങളും കള്ളങ്ങളും നടത്തുമ്പോൾ അവൻ ചെന്ന് വാങ്ങുന്ന മറ്റിടങ്ങളിൽ അവനും പറ്റിക്കപ്പെടുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള സഞ്ചാരത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വിശ്വാസികളുടെ സൽക്കർമ്മത്തെക്കുറിച്ചും കാറ്റ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെ
സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. 47 മുതൽ 60 കൂടിയ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടിയുള്ള താക്കീതാണ് അള്ളാഹു പറയുന്നത്. പിന്നെ പറയുന്നത്, മരിച്ച ആളുകളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ നാടുകളിൽ ആളുകൾ പറഞ്ഞ് പരത്തുന്നത് മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് കേൾക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാം. അവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറച്ചാണ്, അല്ലെങ്കിൽ ഒരു നാഴിക നേരം മാത്രമാണ് ജീവിച്ചത് എന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ് അവർ കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കുന്ന ആളുകളാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യപ്പെടുത്തുന്ന ആളുകളാണ് വിശ്വാസികളായ ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. തുടർന്ന് പറയുന്നത് സൂറത്തുൽ ലുഖ്മാനാണ്. മക്കയിൽ അവതരിപ്പിച്ച 34 വചനങ്ങളടങ്ങിയ സൂറത്തുൽ ലുഖ്മാൻ, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഖുർആനെ കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചും നമസ്കാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടും ഖുർആൻ ഹിദായത്താണെന്നും അനുഗ്രഹമാണെന്നും നമ്മോട് ബോധ്യപ്പെടുത്തി തരുന്നു. 6 മുതൽ 7 വരെ വിനോദത്തെ വിലക്ക് വാങ്ങുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അഹങ്കാരത്തോടുകൂടെ പുറംതിരിഞ്ഞ് നടക്കുന്ന ചില മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നു. അവരുടെ കാതുകൾക്ക് ഒരു അടപ്പുള്ളത് പോലെയാണ് എന്ന് പറയുന്നു. വിശ്വാസികളുടെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ നിത്യവാസികളും ആകാശങ്ങളുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 8 മുതൽ 11 കൂടിയ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു. ആകാശങ്ങളെ അള്ളാഹു നിജപ്പെടുത്തിയത് ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയെ അള്ളാഹു പിടിച്ചു നിർത്തുന്നത് മലകളെന്ന ആണികളുമായിട്ട് അള്ളാഹു ഈ ഭൂമിനെ പിടിച്ചു നിർത്തുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 12 മുതൽ 19 കൂടിയ ആയത്തുകളിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഹിക്മത്ത് നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. തൻ്റെ മകനെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ വാത്സല്യത്തോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതിൽ ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ആ ആരാധനയിൽ ആരെയും പങ്കുചേർക്കരുതെന്ന മർമ്മപ്രധാനമായ വിഷയമാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നത്. ബഹുദൈവ ആരാധന എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അക്രമമാണെന്ന് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം പറയുന്നത്, മാതാവ് തൻ്റെ മക്കളെ ഉദരത്തിൽ ചുമക്കുകയും അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചും വഹ്നൻ അലാ വഹ്നിൻ, ക്ഷീണത്തിൽ മേൽ ക്ഷീണമാണ് എന്ന രീതിയിൽ അവിടെ ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു അവിടെ നന്ദി കാണിക്കാൻ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ ആദ്യം നിങ്ങൾ നന്ദി കാണിക്കണം, തുടർന്ന് മാതാവിനെയും പിതാവിനെയും കൂട്ടിച്ചേർത്തിട്ടാണ് അള്ളാഹു അവിടെ പറയുന്നത്. മാതാവിൻ്റെ പ്രയാസം പറഞ്ഞത് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ മാതാവിനെയും പിതാവിനെയും ഒത്തൊരുമിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ ഓർമ്മിപ്പിക്കുന്നത്, അള്ളാഹു കാണാതെ യാതൊരു രീതിയിലും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മകന്. നീ ഏത് രീതിയിലും ഒരു കടുക് മണി തൂക്കമുള്ള എന്തും ആകാശഭൂമികൾക്കുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കെട്ടിനുള്ളിലോ നീ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അള്ളാഹു അതിനെ കൊണ്ടുവരുമെന്നുള്ള ഒരു സത്യം മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ലത്തീഫാണ് ഖബീറാണ്. 2 പദങ്ങൾ വളരെ വിശാലമായി വിശദീകരിക്കേണ്ട 2 പദങ്ങളാണ്. അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും നിഗൂഢമായി അറിയുന്നവനുമാണ് എന്നാണ്. നമ്മൾ ഏത് രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലും അതിനെ കാണുന്നവനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാക്കിത്തരികയാണ്. അതിനുശേഷം നമസ്കാരം നിലനിർത്തുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമസ്കാരം. അതിനെ സദാസമയം നിലനിർത്തി പോകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമൂഹ്യമായി ജീവിക്കുന്ന മനുഷ്യർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടവനാണ് അവന് എന്ന ബോധ്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. സമൂഹത്തിൽ തിന്മകൾക്കാണ് ഏറ്റവും കൂടുതൽ വർണ്ണങ്ങൾ കൊടുക്കുന്നത്, നന്മകൾക്ക് അത്ര വർണ്ണങ്ങൾ കൊടുക്കുന്നില്ല എന്ന. തിന്മകൾക്ക് നിറം കെടുന്ന നന്മകൾക്ക് നിറം കെടുന്ന കാലമായിക്കൊണ്ടാണ് ഈ കാലത്തെ പരിചയപ്പെടുത്തുന്നത്. നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറം
കെടുന്നൊരു തിന്മകൾക്ക് നിറച്ചുവർണ്ണ ചന്തമെന്നുന്നി എന്നുള്ള ഒരു കവിതയുടെ വചനം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വചനത്തിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത്. തിന്മകൾക്ക് ആളുകൾ ഒരുപാട് നിറങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്മയാരും ചിന്തിക്കുന്നില്ല, അവഗണിച്ച് കളയുന്നുവെന്ന. അതുപോലെ തന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും, അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ കവിള് കോട്ടാതെ, അവരെ കളിയാക്കാതെ, അവരെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാത്ത രീതിയിലായിരിക്കണം ആളുകളോട് സംസാരിക്കേണ്ടതുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു രീതിയിലുള്ള സംസാരമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ നടത്തത്തിൽ മിതത്വം പാലിക്കുകയും അഹങ്കാരത്തിൻ്റെ നടത്തം നീ ഉണ്ടാക്കരുത് എന്നും പറയുന്നു. ശബ്ദം താഴ്ത്തിക്കളയുകയും ആളുകളോട് സംസാരിക്കുമ്പോൾ നിന്റെ ശബ്ദം താഴ്ത്തണമെന്നുള്ള രീതിയിലും സംസാരിക്കുന്നു ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. 20 മുതൽ 34 വരെയുള്ള ആയത്തുകളിൽ ആകാശഭൂമിയിലെ കീഴ്പ്പെടുത്തുകയും അതുപോലെ തന്നെ മുശ്രിക്കുകളുടെ പിതാക്കളെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള എല്ലാ വൃക്ഷങ്ങളും പേനകളും അതുപോലെ തന്നെ സമുദ്രത്തിലെ ജലമെല്ലാം ആ പേനയിലെ മഷിയുമാക്കിയിട്ട് അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മാനഫിയത്ത് കെലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ അത് എഴുതി തീരുകയില്ല എന്നാണ്. വേറൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, എണ്ണിത്തിട്ടപ്പെടുത്തി ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ഏകദേശ കണക്ക് പോലും മനുഷ്യർക്ക് പറയാൻ കഴിയാത്ത അത്രത്തോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അതുപോലെ തന്നെ രാപ്പകലുകളുടെ വ്യത്യാസത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യസമയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അവസ്ഥയെക്കുറിച്ചുമെല്ലാം അള്ളാഹു അവിടെ പറയുന്നു. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരായ ആളുകൾ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന ഒരു ചിന്ത മനുഷ്യനുണ്ടാവണമെന്നാണ്. പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളോട് പോലും മാതാവും പിതാവും ചോദിക്കാറുണ്ട്, നാളെ പരീക്ഷയാണ്, നീ എന്താണ് പഠിച്ചത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു ചോദ്യമാണ് നാളത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം എപ്പോഴാണ് എവിടെയാണ് വെച്ച് ഉണ്ടാവുക എന്ന് നമുക്ക് അറിയുകയില്ല എന്നാണ്. അതുപോലെ തന്നെ തുറന്നു വരുന്ന സൂറത്ത് സജദയാണ്. സൂറ സജദ മക്കയിൽ അവതരിപ്പിച്ചതും 30 ആയത്തുകളുമാണുള്ളത്. 15-ാം വചനത്തിൽ പാരായണ സുജൂദ് ഉൾക്കൊള്ളുന്നതുകൊണ്ട് സജദ എന്ന പേരിനെ നാമകരണം ചെയ്തു. 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ടും അള്ളാഹുവിൻ്റെ സവിശേഷണങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടും അള്ളാഹു പറയുന്നു. 11 മുതൽ 14 കൂടിയ ഭാഗങ്ങളിൽ മരണത്തെക്കുറിച്ചും കുറ്റവാളികൾ പരലോകത്ത് തലതാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും ജിന്നുകളിൽ നിന്നും മലക്കുകളിൽ നിന്നും നരകം നാം നിറക്കുന്നതുമായി ബന്ധപ്പെട്ടും അള്ളാഹു പറയുന്നു. 15 മുതൽ 21 കൂടിയ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അള്ളാഹുവിന് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടും ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുമാണ് അതിൽ സംസാരിക്കുന്നത്. 22 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുന്ന അക്രമികളെക്കുറിച്ച് പറയുന്നു. മൂസാ നബി ആളുകൾക്ക് സംസാരിക്കുന്ന വേദഗ്രന്ഥം അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മുൻതലമുറയുടെ ചരിത്രങ്ങൾ മനുഷ്യനായ ആളുകൾക്ക് അതൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. ഈ ജുസ്ഇലെ അവസാനത്തെ ഭാഗം സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ 30 വചനങ്ങളാണ്. അതിൽ ജൂതന്മാരെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. മറ്റു സൂറത്തിൽ പറയാത്ത മതവിധികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഉൾപ്പെടുത്തുന്നു. ദത്തുപുത്രൻ സ്വന്തം മകനല്ല എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൃത്യമായ ബോധ്യം നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗം ഇതിലുണ്ട്. അതുപോലെ തന്നെ പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് അവരെ ആ ഒരു ദത്തുപുത്രന്മാരെ നമ്മൾ കണക്കാക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവർ നമ്മുടെ സഹോദരങ്ങളും ബന്ധപ്പെട്ടവരുമാണ് എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. 9 മുതൽ 11 കൂടി ആയത്തുകളിൽ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്നു. അഹ്സാബ് യുദ്ധത്തിൽ ഖന്ദഖ് എന്നൊരു പേരും അവിടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്സാബ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മദീനക്ക് ചുറ്റും കിടങ്ങ് കുടിക്കുകയും വയറ്റിൽ കല്ല് കെട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും സ്വഹാബത്തുമെല്ലാം ആ രീതിയിൽ അവിടെ ചെയ്തത്.
പേർഷ്യക്കാരനായ സൽമാൻ ഫാരിസിയാണ് കിടങ്ങ കുടിക്കാൻ നിർദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് അറബികളായ ആളുകൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം അറിയില്ല എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് കക്ഷികൾ പങ്കെടുത്ത ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ അഹ്സാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കക്ഷികൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് 12 മുതൽ 20 വരെയുള്ള ആയത്തുകൾ അള്ളാഹു മുനാഫിക്കുകളുടെ ഹൃദയത്തിന് രോഗമുള്ളവരാണ്, അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മുഹമ്മദ് പറയുന്ന കാര്യങ്ങളെല്ലാം വ്യാജമാണ്, യാതൊരു രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവുകയില്ല എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 21 മുതൽ 27 കൂടി ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകർക്ക് മാർഗദർശനം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉസ്വത്തുൻ ഹസനയാണ് എന്ന് പറയുന്നു. എല്ലാ രീതിയിലും പ്രവാചകൻ മാതൃകയാണെന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് കാണാം. ഈ ജുസ് അവസാനിപ്പിക്കുന്നത് 28 മുതൽ 30 കൂടി ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഐഹിക ജീവിതമാണ് താല്പര്യമെങ്കിൽ ഞാൻ അവളെ ത്വലാഖ് ചെല്ലാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ പറയുന്നു. അവർക്ക് അവരുടെ നീചവൃത്തിക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നീചവൃത്തിക്ക് ഇരട്ടി ശിക്ഷ ഉണ്ടാകുമെന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ ഈ ജുസ് അവസാനിപ്പിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. പ്രിയമുള്ളവരെ, വളരെ പ്രസക്തമായ വിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായിട്ടാണ് നാം ഇരിക്കുന്നത്. അതിൽ ജുസ് 21-ന്റെ സംക്ഷിപ്തമായ രൂപം നാം കേട്ടുകഴിഞ്ഞു. ഈ 21-ാം ജുസിലെ 31-ാമത്തെ അധ്യായമായ സൂറ ലുഖ്മാനിൽ 12 മുതൽ 19 വരെ നീണ്ടു നിൽക്കുന്ന 8 ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിച്ചു തരുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതിൽ 8 ആയത്തുകളിൽ 6 ആയത്തുകൾ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം മക്കളോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണെങ്കിൽ 2 ആയത്തുകൾ അള്ളാഹു നേരിട്ട് മനുഷ്യരോട് ഉപദേശിക്കുന്ന ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് പറയാം. ഇതിലെ ഒന്നാമതായി ഞാൻ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ച പോകുക മാത്രമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം ആരാണ്, ഏത് കാലത്താണ് അദ്ദേഹം ജീവിച്ചത് എന്ന കാര്യമാണ് ഒന്നാമതായി നാം മനസ്സിലാക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്കില്ല. എന്നാൽ മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും പറയുന്നു. അക്കൂട്ടത്തിൽ വഹീ ലഭിച്ച ഒരു മനുഷ്യനെന്ന നിലയിൽ നബിയാണ് എന്ന് വാദിക്കുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങളുടെ കാലിക സമകാല പ്രസക്തിയാണെങ്കിൽ മറുപടി നമുക്ക് പറയാനുള്ളത് സാർവകാല അല്ലെങ്കിൽ സാർവകാലികമായ പ്രസക്തിയുള്ള വിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം എടുത്തു കൊടുക്കുന്നത് തന്നെയും ഈ ഒരു കാലത്തെ സമകാല പ്രസക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. കാരണം സർവകാലികമായ സാർവലൗകികമായ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം എടുത്തു കൊടുക്കുന്നുവെങ്കിൽ എന്നൊക്കെ ഖുർആൻ നിലനിൽക്കുന്നുവോ അന്നൊക്കെയും പ്രസക്തമാണ് ഈ ഖുർആന്റെ വചനങ്ങൾ എന്ന്. ഇനി അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു
ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, അനിഷ്കുർ ലില്ലാഹ് വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നന്ദി ചെയ്യുകയാണെങ്കിൽ അതിന് ആർക്കാണ് ഗുണം? നമ്മൾ സാധാരണ പറയും നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് എന്തോ ഗുണമാണെന്ന്. അല്ല, നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ഫഇന്നമാ യശ്കുറുൽ നഫ്സി, അത് അവൻ്റെ തന്നെയും നന്മയ്ക്ക് വേണ്ടിയാണ്, സ്വന്തം നഫ്സിന് വേണ്ടിയാണ് ഓരോരുത്തർ നന്ദി കാണിക്കുന്നത് എന്നാണ്. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറുൽ നഫ്സി, സ്വന്തത്തിന് വേണ്ടിയാണ് നന്ദി കാണിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, ആരോഗ്യം, സമ്പത്ത്, അതേപോലെ എന്തൊക്കെയാണോ അള്ളാഹു നമുക്ക് നൽകിയത്, ആ നൽകിയ അറിവ് അള്ളാൻ്റെ മാർഗത്തിൽ, നമുക്ക് നൽകിയ ആരോഗ്യം അള്ളാൻ്റെ മാർഗത്തിൽ, നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാൻ്റെ മാർഗം ചെലവഴിക്കുമ്പോൾ എന്തോ അള്ളാഹ് കൊടുത്തു എന്ന് വിചാരിക്കരുത്. ഫഇന്നമാ യശ്കുറുൽ നഫ്സി, അത് നന്ദിപൂർവ്വമാണെങ്കിൽ എൻ്റെ അറിവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ അള്ളാൻ്റെ മാർഗം ഫീ സബീലില്ലാഹ് ചെലവഴിക്കുന്നുവെങ്കിൽ അപ്പോൾ അതെനിക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. കാരണം എന്താണ്? ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹ്ക്ക് നന്ദി വാക്കിൻ്റെയോ നന്ദി പ്രവർത്തനത്തിൻ്റെയോ ആവശ്യമില്ല. അള്ളാഹു എത്രയോ ധന്യനാണ്, സ്തുത്യർഹനാണ് എന്ന കാര്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്ന്, നന്ദികേട് കാണിക്കുകയാണെങ്കിലോ, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല. ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹ് ധന്യനാണ് നന്ദി. അതേസമയത്തോ മറ്റൊരു ആയത്തിൽ നമുക്കറിയാലോ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഇനിയും ഇനിയും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരാമെന്ന് അള്ളാഹു പറയുന്നതാണ്. നമുക്ക് തന്നെയാണ് നന്ദി കാണിക്കുന്നത് എന്ന വലിയ പാഠം ഇവിടെ പഠിപ്പിക്കുന്നതാണ്. ഇനി വീണ്ടും തിരിച്ചു വരാം. അദ്ദേഹം ലുഖ്മാൻ അലൈഹി ഇസ്ലാം ഒന്നാമതായി ഉപദേശിക്കുന്നത്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ളു, വഅള് പറയാൻ ലുഖ്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകനോട് വഅള് പറയുന്നു. വഅള് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിലൊരു അരോചക ഉപദേശം. ആർക്ക് വേണം ഉപദേശം? ഉപദേശം വേണ്ട കേട്ടോ. ഞാൻ അധ്യാപകനാണ്, നമുക്കറിയാം കുട്ടികളുടെ അടുത്തേക്ക് ഉപദേശം വേണ്ട സർ. ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് ഉപദേശം എന്ന അവസ്ഥയാണ്. ഒരുപക്ഷെ ലോകാവസാനത്തിന് ചില ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറയുന്നുവെങ്കിൽ അക്കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും ഉപദേശിക്കുവാനും ആളില്ലാത്ത അവസ്ഥ വരും. അത് പറയേണ്ടതില്ല എന്ന് പറയുന്നൊരവസ്ഥ വരും. അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിട്ട് നാം പഠിക്കേണ്ടതാണ്. അപ്പം അതും ഒരു കാര്യമാണ്. ഇന്നത്തെ കാലം ഈ പുതുതലമുറയുടെ വാദം എന്താ? പുതുതലമുറയുടെ അല്ലെങ്കിൽ മോഡേൺ തലമുറയുടെ വാദം മൈ ബോഡി മൈ ചോയ്സ്. എന്നെ ആരും ഉപദേശിക്കേണ്ട, എൻ്റെ തടി എനിക്കറിയാം, എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിലാഷങ്ങൾ, എൻ്റെ പണം, എൻ്റെ സൗകര്യം ഞാൻ ആയിക്കോളാം, എന്നെ ആരും ഉപദേശിക്കേണ്ട എന്നുള്ള ഈ ഒരു ബോധമാണ്. അതാണ് സ്വന്തത്തെ ഇലാഹാക്കുകയല്ലേ, സ്വന്തത്തെ ഇലാഹാക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഭരിക്കാൻ ആരും വേണ്ട. ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട് സൂറ ഫുർഖാനിൽ, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. അതിനൊക്കെ പ്രസക്തി ഇപ്പോഴാണ് മനസ്സിലായത്. സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ കണ്ടു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തത്തെ ഇലാഹാക്കുകയാണ്. എനിക്ക് ഞാൻ മതി, എന്നെ ഭരിക്കാൻ, എന്നെ നന്നാക്കാൻ ലോകത്തൊരാളുടെ ഉപദേശം വേണ്ട, ധർമ്മബോധത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന തലമുറയോട് ഇവിടെ പ്രസക്തമാണ് അള്ളാഹു വാള് പറയുന്നു. ലുഖ്മാൻ അലൈഹി ഇസ്ലാം ഇവിടെ ഉപദേശിക്കുകയും മകനെ ഉപദേശിക്കുവാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ പറയാം, ഉപദേശിക്കുക മാത്രമല്ല മകനെ ഉപദേശിക്കാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. വഴിയെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മകനെ പഠിപ്പിക്കണം, അത് രക്ഷിതാക്കളായ നമുക്ക് മാതൃകയാക്കണം. അത് ഉപദേശിക്കാൻ അർഹതയുണ്ടാവണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഉപദേശം പറയുമ്പോൾ ഒന്നാമത് ഇങ്ങനെ വിരൽ ചൂണ്ടുമല്ലോ. ഒരു ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളോട് ഉപദേശിക്കുമ്പോൾ ചോദിച്ചില്ലെങ്കിലും അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോ?
എന്തൊക്കെയോ പറയാമല്ലോ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പറയുമ്പോൾ. അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്കാവാലേ. ഒന്നാമതായി അർഹതയുണ്ടാവണം ഉപദേശിക്കാൻ. ആ അർഹത, അതോടൊപ്പം തൻ്റെ മകനെ കൂടി ഭാവിയിൽ ഉപദേശിക്കുന്നവനാക്കണം എന്നുള്ള ഒരു ചിന്തയും മക്കളെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിടേണ്ടവനാണെന്നുള്ള ബോധവും ഉണ്ടാവണമെന്നാണ്. ഇനി ഉപദേശത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അതാണ് യാ ബുനയ്യ യാ ബുനയ്യ. ആവർത്തിച്ചുകൊണ്ട് ലുക്മാൻ അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കാണ് യാ ബുനയ്യ, പൊന്നാര മോനെ, പൊന്നു മകനെ എന്ന് പറയുന്ന ആ ഭാഗം. അതായത് ആ വിളി എന്തൊരു സ്നേഹത്തോടുള്ള വിളിയാണെന്നറിയോ? അതൊരു ശാസ്ത്രമാണ്. നാം പറയുന്നത് ആരെങ്കിലും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ പറയണ്ടേ. എൻ്റെ കടമ നിർവഹിക്കാനും പ്രിയപ്പെട്ടവരെ, പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു പോകാൻ പറ്റൂലല്ലോ. ഇത് ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ളവരാണ്, അവരെ കേൾപ്പിക്കേണ്ടവരാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന പുറത്തിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിൽ പറയണം. പലപ്പോഴും ദാവത്തൊക്കെ ഒരു പ്രകടനമായി മാറാറുണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ കടമ നിർവഹിക്കലായി പോകാറുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അപ്പോൾ നാം പറയുന്നത് കേൾക്കണമെന്ന താല്പര്യത്തോടു കൂടിയാവണം വിളിക്കുന്നത്. അള്ള വിളിച്ചു നോക്കൂ. ഈ ജുസിയിൽ വിളിച്ചിരിക്കുന്ന ചില വിളികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സൂറ അഹ്സാബ് ഞാൻ സൂചിപ്പിച്ചല്ലോ. സൂറ അഹ്സാബിൽ അള്ളാഹു ആദ്യം വിളിക്കുന്ന നബിയാണ്. യാ അയ്യുഹൻ നബി. ആ വിളി നോക്കൂ, പൊന്നാര നബിയെ. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, ഇത്തഖില്ലാഹ് വലാ തുതിഉൽ കാഫിരീന വൽ മുനാഫിഖീൻ. അല്ലാഹ് ഇങ്ങോട്ട് പറഞ്ഞാ പോരെ മുഹമ്മദേ? ഇങ്ങനെ പറ. അല്ല, യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ. വിളിക്കാനൊരു രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. അതേപോലെ സൂറ അഹ്സാബിന്റെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു വിളിക്കുന്നു യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഞാൻ ആയത്തൊന്നും വിശദീകരിക്കുന്നില്ല കേട്ടോ, പ്രസക്തി മാത്രം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ആരെയാ വിളിക്കുന്നത്? മുഅ്മിനീങ്ങളെ. എങ്ങനെയാ വിളിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു. അതിനുശേഷം വരുന്ന 9-ാമത്തെ ആയത്തിൽ വീണ്ടും കാണാം യാ നിസാ അന്നബി. നബിയുടെ പത്നിമാരെ വിളിക്കുന്ന വിളിയാണ് യാ നിസാ അന്നബി. പെണ്ണുങ്ങളെ എന്നല്ല വിളിച്ചത്. യാ നിസാ അന്നബി, യാ ആയിഷ, യാ ഫാത്തിമ, അല്ലെങ്കിൽ യാ ഖദീജ എന്നല്ല വിളിച്ചത്. എന്താ? യാ നിസാ അന്നബി. നബിയിലേക്ക് ചേർത്തി, നബിയുടെ ഭാര്യമാരെ. അപ്പോൾ അതൊരു വലിയ പാഠമല്ലേ? ഇത് പ്രസക്തി ഉണ്ടല്ലേ? ആധുനിക മനഃശാസ്ത്ര ചൈൽഡ് സൈക്കോളജിയിൽ പ്രസക്തമായ ഭാഗമാണ്. ഉപദേശിക്കുമ്പോൾ ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിളിക്കണം എന്നാണ്. ഇനി ആലോചിക്കണം, എന്താ അറിയോ? എന്ത് പറയണം? എന്താ പറയേണ്ടത് ലാ തുശ്രിക് ബില്ലാഹ് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. പൊന്നാരമോനെ, അള്ളയിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഏറ്റവും വലിയ അക്രമമാണ്, അനീതിയാണ്, നന്ദികേടാണ്. പടച്ചോൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുവെങ്കിൽ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനിൽ മാത്രമേ ആരാധന അർപ്പിക്കാവൂ. അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ നന്ദികേടാണ്. ഇവിടെ മറ്റൊരു കാര്യം വായിച്ചോളൂ. ഈ പ്രായത്തിൽ ഉപദേശിക്കേണ്ട സംഗതിയാണ്. പലപ്പോഴും ചില രക്ഷിതാക്കൾ അതായിട്ടില്ല, ഓൻ പഠിച്ചോട്ടെ, പ്രബോധന ദഅവ രംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ ഓനിപ്പോൾ പഠിച്ചു ചെയ്യട്ടെ, കുറച്ചുകൂടെ ആവട്ടെ. അല്ല, കുഞ്ഞു മോനെ എന്ന് വിളിക്കാനുള്ള പ്രായത്തിൽ തന്നെ നടത്തേണ്ട സംഗതി അതൊക്കെ പഠിപ്പിക്കേണ്ടത് വളരെ മർമ്മപ്രധാനമായ വിഷയം അവനെ പഠിപ്പിക്കണം. എന്തേ? റസൂൽ പറഞ്ഞല്ലോ, മുറു ഔലാദക്കും ബിസ്സലാ വഹും ബിഅബ്നാഇ സബ്ഇ സിനീൻ. 7ന്റെ പ്രായം അത് വിശദീകരിക്കുന്നില്ല. 7 വയസ്സായ കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ 7 പ്രായം അതിനൊരു പ്രസക്തി ഉണ്ട് കേട്ടോ. അറബിയിലൊരു വാക്കുണ്ട്, ലാഇബുഹു സബ്അ സുമ്മ അദ്ദിബുഹു സബ്അ സുമ്മ സാഹിബുഹു സബ്അ എന്നൊക്കെ. 7 വയസ്സിൽ അവനെ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ആ രീതിയിൽ പരിശീലിപ്പിക്കുക, പിന്നെ അതവ് പഠിപ്പിക്കുക, പിന്നെ അവൻ്റെ കൂട്ടുകാരനാതൊക്കെ. അതൊക്കെ വിശദീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ വളരെ മയമായി കുട്ടികളെ ഉപദേശിച്ചുകൊണ്ട്
ഏറ്റവും മർമ്മപ്രധാനമായ ആ വിഷയം. എന്നാൽ ഒരു സങ്കടം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ തല്ലുന്നൊരു പ്രായം ഏതാണെന്നറിയോ? 7 വയസ്സ് വരെയാണ്. 7 വയസ്സ് വരെ അതില്ല. എന്താ? 7 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്കനായി എന്തൊക്കെ പറഞ്ഞു കളിയും. 7 വയസ്സ് വരെ പാവം ഒന്നും മിണ്ടൂല. അവനെ പഠിപ്പിക്കേണ്ടത്, അവനെ സ്നേഹിക്കേണ്ടത് 7 വയസ്സ് വരെയാണെങ്കിൽ 7 വയസ്സ് വരെ നിങ്ങൾ തല്ലരുത്. പക്ഷേ തല്ലാതിരിക്കാൻ കഴിയുമല്ലേ? ഉമ്മമാരെങ്ങനെ പറയൂ, തല്ലാതിരിക്കൽ എങ്ങനെയാണ്? എന്തെങ്കിലും കാണിച്ച ആദ്യം അവൻ്റെ പേരടി, പിന്നെ ഉപദേശമുള്ളൂ. ഇതല്ല ലുക്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ ഉപദേശത്തിൻ്റെ സമകാല പ്രസക്തി വായിക്കുമ്പോൾ നമ്മളെ മക്കൾ അങ്ങനെ തച്ചു പഠിപ്പിക്കേണ്ടതല്ല. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നാര മോനെ നീ ശിർക്ക് ചെയ്യല്ല മോനെ, നീ നിസ്കരിക്കണേ മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉപദേശിച്ച് വരണം ആ പറഞ്ഞത്. അതല്ലാതെ തച്ച് പഠിപ്പിക്കലല്ല ആ രീതി എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ. 2 ആയത്ത് അള്ളാഹു നേരിട്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നു. എന്താ അത്? ലുക്മാൻ അലൈഹി സ്വലാം പറഞ്ഞൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നെന്താ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ആയത്ത് അങ്ങനെ വായിച്ചോളൂ. ഇതും തൊട്ടടുത്ത ആയത്ത് വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം. ഈ ആയത്തും ഇത് ലുക്മാൻ അലൈഹി സ്വലാം മകനെ പറയുന്നതല്ല കേട്ടോ. ലുക്മാൻ അലൈഹി സ്വലാം മകനെ പഠിപ്പിക്കുന്നതല്ല അത്. മറിച്ച് ലുക്മാൻ അലൈഹി സ്വലാം മകനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അത് അല്ലാഹ് പറഞ്ഞു എന്നാ, നീ ഉപ്പാൻ അനുസരിക്കണം എന്നല്ല മകനോട് പറയുന്നത്. നാം അല്ലാഹ് പറയാണ്, ഞാൻ മനുഷ്യനെ ഉപദേശിച്ചു. എന്താണെന്നറിയാം എൻ്റെ തത്വം? ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ വായിൽ ഞാൻ മനസ്സിലാക്കിയെന്നറിയോ? അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ രക്ഷിതാക്കൾ പറയുമ്പോൾ അള്ളാഹു ഇടപെടുകയാണ്. എനിക്ക് മാത്രമല്ല നന്ദി കാണിക്കേണ്ടത്. അനിഷ്കുർലി വലിവാലിദൈക്, അനിഷ്കുർലി വലിവാലിദൈക്. അല്ലാഹ് പറയാണ്, എനിക്ക് നന്ദി കാണിക്കാൻ എൻ്റെ ഉപ്പയും പറയുന്നുണ്ടല്ലോ. എന്നാൽ അനിഷ്കുർലി വലിവാലിദൈക, നിന്റെ ഭൂമിയിലെ രക്ഷിതാക്കളായ മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്ന് അള്ളാഹു ഇടപെടുകയാണ്. സമകാലത്ത് ഏറെ പ്രസക്തമായൊരു ഭാഗം തന്നെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അത് പറയണം, പഠിപ്പിക്കണം. സയൻസ് ലാബുകളിലോ IT ഹബ്ബുകളിലോ മാത്സ് ക്ലബുകളിലോ മാത്രം ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ പഠിപ്പിക്കപ്പെടാത്തൊരു പാഠമാണ്, ധാർമ്മികമായ ചിന്തയാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. അത് ഏറെ പ്രസക്തമാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല. ഈ ലോകത്തോട് സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ കോഴിയും കോഴിമുട്ടയുടെ തോടുമൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ, അത്രമാത്രമേ ഉള്ളൂ ബന്ധം എന്ന് പറയുന്ന ലോകത്തോട് അല്ല, അള്ളാഹുവിന് ദൈവത്തിന് നന്ദി കാണിക്കുന്നത് പോലെ നിങ്ങൾ മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്ന് അള്ളാഹു ഇടപെട്ട് സംസാരിക്കുകയാണ്. നൊന്തുപെറ്റ ഉമ്മയോട്, മുലയൂട്ടിയ ഉമ്മയോട്, അതിനെല്ലാം കാവൽ നിന്ന ഉപ്പയോട് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവർ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് മക്കളോട്, മക്കളായ എല്ലാവരോട്, മനുഷ്യരോട് അള്ളാഹു കൽപ്പിക്കുന്നു. അനിഷ്കുർലി വലിവാലിദൈക്, മാതാപിതാക്കളോട് നന്ദി കാണിക്കുക, അതേപോലെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. എത്ര രസമായിട്ട് പറയുന്നറിയോ? പടച്ചവൻ ഇടപെടുന്നറിയോ? വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. സൂറ ഇസ്രായിലെ ഈ ആയത്ത് എണ്ണി പറയുന്നുണ്ട്. വഖദാ റബ്ബുക, അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ വിധിയാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്നത് അള്ളാനെ ആരാധിക്കും പോലെ പടച്ചോന്റെ തീരുമാന, പടച്ചോന്റെ വിധിയാണ്. എന്നിട്ടോ അപ്പോൾ ഒരു പൊതുവായ ഉപദേശം ആദ്യം പറഞ്ഞത് മാതാപിതാക്കളെല്ലാം നന്മ കാണിക്കണം കേട്ടോ, എല്ലാ മാതാപിതാക്കളും നന്മ പുലർത്തണം. എന്നിട്ട് രണ്ടാമത് പറയുന്ന വിഷയം എന്തറിയോ? രണ്ടാമത് പ്രത്യേകം പറഞ്ഞു, ഈ മാതാപിതാക്കൾ പ്രായം ചെല്ലും,
തിരിച്ചു പറയാനോ തിരിച്ച് എന്തെങ്കിലും ചെയ്യുവാനോ കഴിയാത്ത രീതിയിൽ പ്രായം ചെന്ന് അവശരാകും. അപ്പോ ഒരാളോ രണ്ടാളോ പ്രായം ചെന്ന് അവശരായി എത്തിയാലോ പിന്നെ പറയേണ്ട കാര്യം എന്തറിയാം? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർ വെറുക്കുന്ന അരോചകമായി തോന്നുന്ന വാക്ക് നീ ഉരിയാടരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒന്ന്, നന്മ ചെയ്യാൻ പറഞ്ഞു ആദ്യം, അതിലവർ പെട്ടു. എന്നാൽ അവശരായ മാതാപിതാക്കളോട് കൽപ്പിക്കുകയാണ് പ്രത്യേകമായി. ഒന്ന്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നേരത്തെ കുട്ടികളെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറുന്നത് ആരോടായിരിക്കും? അവശരായ മാതാപിതാക്കളോട്. ആരോഗ്യമുള്ള മാതാപിതാക്കളോട് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടിക്കും. അവശരായ മാതാപിതാക്കളോട് മോശമായി പറയുന്നവരോട് അല്ലാഹ് പറയാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് അരോചകമായൊരു വാക്ക് നീ പറയാൻ പാടില്ല. പിന്നെയോ വലാ തൻഹറുഹുമാ, കയർക്കാൻ അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് പറയാം വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. രസമെന്നറിയോ ആ വാക്ക് വായിക്കുമ്പോൾ? എന്നാ പിന്നെ ഒന്ന് മിണ്ടണ്ട, തീരുമാനിച്ചാൽ മതിയല്ലോ. ഉപ്പയോടും ഉമ്മയോടും ഒന്നും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, മോശമായി പറയാൻ പാടില്ല, എന്നാ പിന്നെ മിണ്ടായിരിക്കാലോ. പറ്റൂല. അല്ലാഹ് കൽപ്പിക്കുന്നു വഖുൽ, നീ പറയണം അവരോട്. വഖുൽ ലഹുമാ, നീ പറയണം. പറയുമ്പം പറയണം എന്നല്ല പറഞ്ഞത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മക്കളുടെ വാക്കുകൾ കേൾക്കാൻ തൽപരരായി കിടക്കുകയാണ് മാതാപിതാക്കൾ, അവശരായി കിടക്കുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് നീ പറയണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ആ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ടോ? പറയുമ്പോൾ മാത്രം പറയണം അല്ല, പറയണം. നീ പറയൽ നിന്റെ ബാധ്യതയാണ്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലേ? പ്രസക്തിയില്ലേ? തീർച്ചയായിട്ടും അത് പറഞ്ഞു. കാരണം എന്താ? അവരാഗ്രഹിക്കുന്നു. പ്രായം ചെന്ന അവശരായ മാതാപിതാക്കൾ മക്കളുടെ ഒരു വാക്ക് മതി, നിങ്ങളുടെ സാന്നിധ്യം മതി. സമ്പത്ത് പോരെങ്കിലും വേണ്ടെങ്കിലും ആ ഒരു വാക്ക്, ആ ഒരു നോക്ക്, ആ ഒരു സ്പർശം ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആളുകളാണ് അവരെങ്കിൽ അവരോട് അല്ലാഹ് പറയാണ് നീ മാന്യമായി സംസാരിക്കണം, പറയാതിരിക്കരുതെന്നാണ്. ഇനിയോ തിരിച്ചു വരികയാണ്. ലുഖ്മാൻ അലൈഹി ഇസ്ലാം പറയുന്ന ഉപദേശം പറഞ്ഞ ഒരു വാക്കുകൂടെ വൈൻ ജാഹദാക്ക. ഇനി അനുസരിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം എന്താണ്? അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയത്തിൽ മാത്രമാണ്. പിന്നെയോ ലുഖ്മാൻ അലൈഹി ഇസ്ലാം വീണ്ടും മകനെ ഉപദേശിക്കുന്ന ഭാഗത്ത് അറിയാം ആരാധനകൾ. ഞാൻ അവസാനിപ്പിക്കുകയും ആരാധനകൾ, കടമകൾ, അതേപോലെ ജീവിതയാത്രയിലെ ക്ഷമ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. കടുകുമണി അറിയുന്ന കുഞ്ഞ്, കടുകുമണി അറിയുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനോട് പറയാണ് കടുകുമണി അറിയില്ല പൊന്നാര മോനെ, എങ്കിൽ ആ കടുകുമണിയോളം വലിപ്പമുള്ള ഒരു കാര്യം. അവിടെ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന എല്ലാവരൊക്കെ മനസ്സിലാക്കണം, പലപ്പോഴും ഈ വാക്ക് പറയുമ്പോൾ തിന്മയെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അല്ലേ? എവിടെ നിന്ന് തിന്മ ചെയ്താലും അള്ളാഹ് കാണും, അത് മാത്രമാണോ അവിടെ? പരിമിതപ്പെടുത്തരുത്. അള്ളാഹ് എന്താ പറഞ്ഞത്? ലുഖ്മാൻ അലൈഹി ഇസ്ലാം എവിടെ വെച്ചൊരു കാര്യം ചെയ്താലും, അത് ആകാശത്തിന്മേലെ ആണെങ്കിലും പാറകൾക്കുള്ളിലാണെങ്കിലും ഭൂമിക്കടിയിൽ എവിടെയാണെങ്കിലും അള്ളാഹ് അത് കൊണ്ടുവരും മോനെ. തിന്മയുടെ കാര്യം മനസ്സിലായി. നന്മയോ? അതും ആധുനിക പ്രസക്തിയുണ്ട്. എന്താ? ചില നന്മകൾ ആരും കാണാതെ പോകും. ആരോരും കാണാതെ നന്മ ചെയ്യുന്നത് ആരും കണ്ടില്ലല്ലോ എന്ന് പരിതപിക്കേണ്ട. നമ്മുടെ ഈ പരിപാടി തന്നെയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന എത്രയോ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ആരോരും കാണാതെ അവരധ്വാനിക്കുന്ന അധ്വാനം. അള്ളാഹ് പറയാണ് നീ എവിടെയാണെങ്കിലും അള്ളാഹ് അത് കൊണ്ടുവരും പരലോകത്ത്. ആരുടെ റിപ്പോർട്ടിൽ പെട്ടിട്ടില്ലെങ്കിലും പൊന്നാര മോനെ നീ അധ്വാനിച്ചോളൂ. ആരെയും നോക്കാൻ കാത്തിരിക്കണ്ട, ആരെയും കേൾക്കാൻ കാത്തിരിക്കണ്ട. അള്ളാഹ് അത് കൊണ്ടുവരും, അതുകൊണ്ട് ചെയ്തോളൂ എന്ന് പ്രോത്സാഹിപ്പിക്കുക. തിന്മ ചെയ്യാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദിൽ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെയോ പിന്നെ പറഞ്ഞെന്താണ്? ആരാധനകൾ നിർവഹിക്കണം. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ ദാലിക്.
അല്ലേ? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അത് മക്കളോട് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ഭാഗമാണ് നിസ്കാരം. അത് വളരെ കൃത്യമാവണം, അത് കൃത്യനിഷ്ഠയോട് കൂടി ആവണം. എന്ത് കാര്യങ്ങളായാലും ഒന്നുമില്ലെങ്കിലും സുബഹി നിസ്കാരത്തിന് അയച്ചുകൂടെ? ബാക്കിയൊക്കെ പഠനം വിദ്യാഭ്യാസം എന്നൊക്കെ പറയലോ. സുബഹി നിസ്കാരത്തിന് എന്ത് വിദ്യാഭ്യാസ തകരാറ്? എവിടെയാ തടസ്സം? ഏത് പഠനമോ തടസ്സം? സുബഹി നിസ്കാരത്തിന് ആ കുട്ടിയെ കൃത്യമായി എഴുന്നേറ്റ് വെളുപ്പിച്ച് തുടങ്ങിക്കൂടെ? ബാക്കി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണമെങ്കിൽ പഠനമാണ്, ജമ്മും കസറോ അവന് ആവശ്യത്തിനൊക്കെ എന്തൊക്കെ ചെയ്യാം, അള്ളാഹു പുറത്തേരട്ടെ. പക്ഷെ എങ്കിലും ഒരു ന്യായവും പറയാൻ പറ്റാത്ത രീതിയിൽ സുബഹി നിസ്കാരത്തിന് കൃത്യമായി പാലിക്കാൻ പറ്റാത്ത എത്രയോ രക്ഷിതാക്കൾ നിസ്കരിക്കണ്ടേ? കുറ്റപ്പെടുത്താനല്ല ഈ പറയുന്നത്, അനുഭവങ്ങളാ. ആദ്യം മാതൃകയാവണ്ടേ? ആദ്യം മാതൃകയാവ്. എന്നിട്ട് ഉപ്പയും ഉമ്മയും എഴുന്നേറ്റോ, അല്ലെങ്കിൽ ഉപ്പയില്ലെങ്കിൽ ഉമ്മ എഴുന്നേൽപ്പിച്ചിട്ട് മകനെ പള്ളിയിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ കൂടെ നിസ്കരിക്കുകയോ ചെയ്യട്ടെ. അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. എന്നിട്ട് മാത്രമല്ല നിസ്കരിച്ച് നോമ്പോറ്റ് അവനവന്റെ കാര്യം ശ്രദ്ധിച്ച് പോരാ, സമൂഹത്തിൽ ഇടപെടണം, സാമൂഹികമായ തിന്മകൾക്കെതിരെ പോരാടണം, അത്തരം ചലനങ്ങളിൽ പങ്കാളികളാവണം. ഇതൊക്കെ ഹർക്കത്തുകളല്ലേ? ഇത്തരം ഹർക്കത്തുകളിലൊക്കെ, ചലനങ്ങളിലൊക്കെ, പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കാളികളാക്കണം. അതുകൊണ്ട് വഅ്മുർ, അവരോട് കൽപ്പിക്കണം. എന്താ? നന്മ കൽപ്പിക്കുമോനെ, വൻഹ അനിൽ മുൻകർ, സദാചാരങ്ങൾ കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ വിട്ടുനിൽക്കാൻ അവനെ പറയുകയും ചെയ്യുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ വസ്ബിർ അലാ ദാലിക്. എന്നിട്ട് ഈ രംഗത്ത് കുറച്ച് പ്രയാസം ഉണ്ടാവും, അതുകൂടെ പറയാ. ഒന്നും പ്രയാസമില്ലാത്തൊരു ജീവിതമൊന്നുമല്ല. ജീവിതയാത്രയിൽ വന്നേക്കാവുന്ന പ്രയാസങ്ങൾ, നന്മ കൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, തിന്മ വിരോധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിലും ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, അതിൽ ഒളിച്ചോട്ടമല്ല വേണ്ടത്, ആത്മഹത്യയല്ല വേണ്ടത്, മറിച്ച് വസ്ബിർ, ക്ഷമ വേണം, ക്ഷമിക്കണം മോനെ. എന്തേത് പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കുവാൻ ആ കുട്ടിയെ പരിശീലിപ്പിക്കുകയാണ്. അതാണ് ധൈര്യത അല്ലെങ്കിൽ ധീരത എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നിട്ട് പിന്നെന്താ? പിന്നെ അദ്ദേഹം പെരുമാറ്റ മര്യാദ പറഞ്ഞ് അവസാനിപ്പിക്കണം. വലാ തുസഅർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. എന്ത് ചെയ്യണം? സംസാരിക്കുമ്പോൾ മര്യാദ, നടത്തത്തിലെ മര്യാദ, കൊടുക്കൽ വാങ്ങലിലെ മര്യാദ, ഇടപാടുകളുടെ മര്യാദ, എല്ലാ രംഗത്തുമുള്ള മര്യാദ പാലിക്കാൻ ലുക്മാൻ അലൈഹിസ്സലാം മകനെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ 8 ആയത്തുകളിൽ ഒന്ന് നാം തിരിച്ചറിയുക. ഇത് നമ്മുടെ മക്കളെ ഉപദേശിക്കുവാൻ നാം അർഹരാവുക, അതോടൊപ്പം മക്കളെ ഉപദേശിക്കുവാൻ അർഹരാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഒരു സംതൃപ്ത കുടുംബമായി, ദീനി കുടുംബമായി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.